വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന ഒരു ചെടിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളതിന് വെള്ളമൊഴിക്കാൻ മറന്നാലും കഠിനമായി വെയിലേറ്റ് വാടിയാലും അടുത്ത ദിവസം ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ അത് വീണ്ടും നമുക്കായി പൂവിടും. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ അത് വീണ്ടും തളിർക്കും. നമ്മുടെ ജീവിതത്തിലെ സ്നേഹവും ഇതുപോലെയൊക്കെ തന്നെയല്ലേ ആകേണ്ടത്? പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയാറില്ല. ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ക്ഷമിക്കാൻ കഴിയാത്തവന് സത്യസന്ധമായി സ്നേഹിക്കാൻ കഴിയില്ല എന്നൊരു പരമാർത്ഥം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയും 12 മുതൽ 13 വരെയുമുള്ള തിരുവചനം സ്നേഹത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ക്ഷമിക്കുക എന്നത് ഒരാളെ തോൽപ്പിക്കലോ നമ്മൾ തോറ്റു കൊടുക്കലോ അല്ല. നേരെ മറിച്ച് ഒരാളുടെ തെറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ആ വ്യക്തിയെ വിലമതിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരു കല്ല് ശില്പമായി മാറുന്നത് ഉളിയുടെ 100 കണക്കിന് അടികൾ ഏറ്റുവാങ്ങുമ്പോഴാണ്. ആ ഉളിയടികളെ ക്ഷമയോടെ സ്വീകരിച്ചില്ലെങ്കിൽ അതൊരിക്കലും ഒരു മനോഹര രൂപമാകില്ല. നമ്മുടെയൊക്കെ ബന്ധങ്ങളും ഇതുപോലെയൊക്കെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, സ്നേഹത്തിൻ്റെ ഉറവിടമായവനെ, മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കാനും അവരുടെ നന്മകളെ കാണാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിലെ കയ്പും വിദ്വേഷവും മാറ്റി ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. സ്നേഹിക്കാൻ പഠിക്കുക എന്നതിനേക്കാൾ വലിയൊരു നോമ്പ് നമുക്ക് എടുക്കാനില്ല. ഈ നോമ്പുകാലം നമ്മുടെ ബന്ധങ്ങളിൽ പുതിയ തളിരുകൾ വിരിയട്ടെ.